സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും കൊതിക്കുന്ന ഒന്നാണ് പൊന്ന്. ഈ പൊന്നിന്റെ മേഖലയിൽ സൗദി അറേബ്യയിൽ കാലങ്ങളായി അവസരമുണ്ടായിരുന്നത് സൗദികൾക്ക് മാത്രമാണ്. എന്നാൽ വിദേശികൾക്കും ഈ മേഖലയിൽ സ്വന്തമായി മേഖലയുണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരാളുണ്ട്. മലപ്പുറത്തുകാരനായ അദ്ദേഹത്തിന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. ബൽക്കീസ് എന്ന പേരിൽ ജിദ്ദയിൽ നിന്നും വളർന്നു പൊങ്ങിയ ഒരു പൊന്നിന്റെ കഥ. ഇതൊരു സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ കഥയാണ്. പൊന്നുകൊണ്ട് വ്യാപാരത്തിന്റെ കൊടുമുടികൾ എന്നും കയറിയിറങ്ങുന്ന മലപ്പുറം വേങ്ങര സ്വദേശി കളംവളപ്പിൽ മുബാറക് മുഹമ്മദിന്റെ കഥ. സൗദിയിലെ പ്രീമിയം റെസിഡന്റ്. ഒരു കാലത്ത് തദ്ദേശീയർക്ക് മാത്രം ആധിപത്യമുണ്ടായിരുന്ന സൗദി അറേബ്യയുടെ പൊന്നിന്റെ മേഖല. അവിടെ നിക്ഷേപാവസരം തുറന്നപ്പോഴും സ്വർണത്തിന്റെ ലോകത്തേക്ക് നിക്ഷേപക ലൈസൻസ് ലഭിക്കൽ അത്ര എളുപ്പമായിരുന്നില്ല. പൊന്നുരുക്കുന്ന അതേ വഴിയിലൂടെ നടന്നപ്പോൾ ഒടുവിൽ സൗദിയിലൊരു മലയാളിക്ക് പൊന്നിന്റെ കച്ചവടത്തിനൊരു കട തുറന്നു. അതാണ് ബൽക്കീസ് ഗോൾഡ്. വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ സ്വർണ്ണ മേഖലയിൽ ആദ്യം കാലുറപ്പിച്ചത് മുബാറക്കിന്റെ പിതാവ് മുഹമ്മദാണ്. 35 വർഷത്തോളം കന്തറ സൂക്കൽ യമാമയിൽ അൽ മലക്കിയ ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ആ സമയത്ത് 2016 സൗദിയിലെത്തിയതാണ് മുബാറക്. പിന്നീട് സ്വർണ്ണാഭരണത്തിന് വാറ്റുൾപ്പെടെ വന്നപ്പോൾ മകൻ മുബാറക്കിന് ഓർണമെന്റൽ ഗോൾഡ് ബിസിനസിനോട് അത്ര അതൃപ്പമുണ്ടായില്ല. ബൽക്കീസ് ആദ്യം ബൽദിലൊരു ഷോപ്പായിരുന്നു. പിന്നെ വാപ്പ ഗോൾഡ് ഫീൽഡിലായിരുന്നു. 35-37 വർഷം വാപ്പ ഗോൾഡ് ഫീൽഡിൽ വർക്ക് ചെയ്യും. അങ്ങനെ വാപ്പ വന്ന് ഞാൻ എഡ്യൂക്കേറ്റഡ് ആയി പഠിച്ച് വന്നപ്പോൾ വാപ്പ പറഞ്ഞു ഈ ഫീൽഡിലേക്ക് തന്നെ ഗോൾഡ് ഫീൽഡിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ ഓർണമെൻറ്റ്സ് ഫീൽഡായിരുന്നു വാപ്പുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഓർണമെൻറ്റ് ഫീൽഡ് വലിയ താല്പര്യമില്ല, ബാറ്റ് അങ്ങനെയാണ് ഞാൻ ബുള്ളിയനിലേക്ക് വന്നത്. ബുള്ളിയൻ എന്ന് പറയുമ്പോൾ ട്രേഡിങ് പരിപാടി. അപ്പോൾ ബുള്ളിയനിലേക്ക് വന്നു. ഫസ്റ്റ് വന്ന് അപ്പോൾ തന്നെ ഇവിടെ പിന്നെ ഇൻവെസ്റ്ററിന്റെ ഈ മേഖലകൾ വന്നു. വാറ്റ് ബാധകമില്ലാത്ത സ്വർണ്ണ ബിസ്ക്കറ്റ് ലോകത്തേക്കാണ് മുബാറക് കടന്നത്. ബുള്ളിയനിലേക്ക് അഥവാ ഗോൾഡ് ട്രേഡിംഗിലേക്ക്. അത് സൗദിയിൽ ശ്രദ്ധ നേടാൻ കാരണമുണ്ട്. ശരിക്കും ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന മാതിരിയാണ് ഈ ഗോൾഡ്. ഇത് ബാറാണ്, ഓർണമെന്റ്സ് അല്ല. ഇത് പറഞ്ഞാൽ ലിക്വിഡ് ക്യാഷാണ്. നിങ്ങൾക്ക് ഏത് സമയവും സെല്ല് ചെയ്യാം. മറ്റേൻ്റെ മാതിരിയല്ല. ഓർണമെന്റ്സ് വരുമ്പോൾ ഓർണമെന്റ്സ് ടാക്സ്, അതിൻ്റെ മേക്കിംഗ് ചാർജ് വരും. ഇതിന് മേക്കിംഗ് ചാർജ് ഒക്കെ ഇല്ല. ഇത് ബാർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സമയവും സെല്ല് ചെയ്യാൻ പറ്റും. സെയിം ലൈക്ക് ലിക്വിഡിറ്റി. നിങ്ങൾക്ക് ഏത് ടൈം കൊടുക്കാം. കാരണം ഏത് ടൈമിൽ എവിടെ കൊണ്ടുപോയി കൊടുത്താലും ഇത് സെയിൽ ചെയ്യും. അതിൽ ഈ ട്രേഡിങ് ഈ ഗോൾഡിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളടുത്ത് ക്യാഷ് ഉണ്ടോ, ഏറ്റവും നല്ലത് ഇൻവെസ്റ്റ് ചെയ്യാനും നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം ഗോൾഡ് ബിസ്ക്കറ്റാണ്. ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നത് പോലെയാണ് ഗോൾഡ് ബാർ വാങ്ങുന്നതും വിൽക്കുന്നതും. സ്റ്റോക്കിലെ പോലെ തന്നെ. പക്ഷേ സ്വർണത്തിന്റെ ഇടപാടിൽ ലാഭം ഏറെയാണ്. ആഗോളതലത്തിലെ ട്രെൻഡിംഗ് മനസ്സിലാക്കാൻ നിരവധി ആപ്പുകളും നിലവിലുണ്ട്. ഇതിനാൽ സൗദികൾ കൂടുതൽ ഇറങ്ങുന്ന മേഖല കൂടിയാണ് ഇത്. ഒരു ദിവസം തന്നെ 1 കിലോഗ്രാം വാങ്ങി അന്ന് തന്നെ മറിച്ച് വിൽക്കുന്നവരുണ്ട്. ആപ്പ് നോക്കി വില ലോക്ക് ചെയ്തിടാം. വാങ്ങി അല്പസമയം കഴിഞ്ഞ് വില കൂടുതൽ നോക്കി വിൽക്കുകയും ചെയ്യാം. കോടികളുടെ ലാഭമുണ്ടാക്കാവുന്ന ഈ മേഖലയിൽ സൗദിയിൽ നിക്ഷേപ ലൈസൻസ് ഉള്ള മലയാളി സാന്നിധ്യം അപൂർവമായിരിക്കും. ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന ഈ ഫീൽഡിൽ നമ്മളെ പുറത്തുനിന്നുള്ളവർ ഇല്ല. ഇന്ത്യ കമ്മിയാണ്, എസ്പെഷ്യലി സൗദി. അത് നിങ്ങൾ നോക്കിയാൽ ദുബായിലൊക്കെ അധികം ഇന്ത്യൻസാണ്, സൗദിയിൽ കമ്മിയാണ്. കാരണം സൗദിയിൽ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസ് കിട്ടാൻ കുറച്ച് ടഫാണ്. ബട്ട് ഗോൾഡിൽ വന്നാൽ ഇവിടെ നല്ല സപ്പോർട്ടാണ്. നിങ്ങൾക്ക് വേണ്ട ഗോൾഡ് മാത്രം വേണ്ട, അത് മാനുഫാക്ചർ ആക്കാം. മാനുഫാക്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഭയങ്കര ഫ്രീയാണ്. മീൻസ് സ്റ്റാഫ് ലെവി ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഗോൾഡാണ് ഹ്യൂജ് എമൗണ്ട്. മീൻസ് നിങ്ങൾക്ക് നഷ്ടം വരില്ല. എപ്പോഴും പറഞ്ഞ നഷ്ടം വരില്ല. കാരണം അതിൽ ട്രേഡിങ്ങിൽ കളിക്കുന്നവരാണെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി കളിക്കുന്നവരാണെങ്കിൽ എപ്പോഴും നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് മുതലുണ്ടാവും. കാരണം ഇപ്പോൾ ഒരു സാധനം നിങ്ങൾ സെയിൽ ചെയ്താൽ ആ സാധനം നിങ്ങൾ പർച്ചേസ് അപ്പം തന്നെ വാങ്ങി വെക്കുന്ന പ്രോഫിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ 24 ക്യാരറ്റിൽ. ലാഭം ഉറപ്പുള്ള ഈ മേഖലയിൽ മലയാളികൾ നിക്ഷേപത്തിന് മടിക്കുന്നത് ഈ മേഖലയെ അറിയാത്തത് കൊണ്ടാണെന്ന് മുബാറക് പറയുന്നു.
സൗദിയിലെ പ്രീമിയം റെസിഡന്റ് കൂടിയാണ് മുബാറക്, അഥവാ സൗദികളുടെ അതേ ആനുകൂല്യങ്ങളുള്ള താമസ രേഖയുള്ള വ്യക്തി. ഇതിലെ അനുഭവങ്ങളും ഇദ്ദേഹത്തിന് വ്യത്യസ്തമായിരുന്നു. അത് എക്സ്പെക്ട് ചെയ്യാതെ കിട്ടി. സീരിയസ് ആയിട്ട് തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം അതിന് അപ്ലൈ ചെയ്ത് ജനുവരിയിലായിരുന്നു. ജനുവരിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തവർക്കൊക്കെ റിജക്റ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ച് കിട്ടൂല. അപ്പോൾ ഒരു മെയിലാണ്, പെട്ടെന്ന് മെയിൽ വന്നു വാട്സപ്പിലേക്കും ഇമെയിലിക്കും മെയിൽ വന്നപ്പോൾ അക്സെപ്റ്റഡ് ചെയ്ത് കിട്ടി. എക്സ്പീരിയൻസ് നമ്മൾ അറിയിക്കാൻ വേണ്ടി എങ്ങനെ ചെയ്ത് നാട്ടിൽ പോയി. കാരണം റീ എൻട്രി ഇല്ലാതെ ഫസ്റ്റാണല്ലോ. റീ എൻട്രി ഇല്ലാതെ ഫസ്റ്റ് നാട്ടിൽ ഒന്ന് പോയി നോക്കി. അപ്പോൾ നാട്ടിൽ പോയി തിരിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെത്. അപ്പോൾ നാട്ടിൽ അറിയില്ല, നാട്ടിലത്തെ എയർപോർട്ടിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഇത്. പോലും എന്നോട് ചോദിച്ചു റീ എൻട്രിയുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ അപ്ഷറിലുണ്ടല്ലോ, നമ്മളെ പുതിയ അപ്ഷറിൽ ഇക്കാമിൻ്റെ എക്സ്പയർ വരിക 10 yearsആണ്. അത് കാണിച്ചു ഓല് ഫോട്ടോ എടുത്ത് ഓല് പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അപ്പോൾ ഞങ്ങൾ ഇത് എടുത്തു വെക്കണം. അങ്ങനെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ്. ചലഞ്ചസ് മനസ്സിലാക്കി കൃത്യമായി മുന്നേറാനും ഗവൺമെന്റ് പോളിസികളിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാനുമുള്ള കഴിവ് മുബാറക്കിന് ഈ ബിസിനസ്സിൽ നേട്ടമായിട്ടുണ്ട്. ഈ മേഖലയിലെ നേട്ടങ്ങൾ കൊണ്ടും നിക്ഷേപക ലൈസൻസ് ഉപയോഗിച്ചും വൈവിധ്യമാർന്ന മേഖലകളിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ് നിലവിൽ മുബാറക് മുഹമ്മദ്. ബൽക്കീസ് സീരിയസ് ആയിട്ട് ബൽക്കീസ് ഇപ്പോൾ 2 ഷോപ്പായി. ഇപ്പോൾ ഞാൻ ബൽക്കീസ് ഗോൾഡൊക്കെ അല്ല, ഇപ്പോൾ ഞാൻ പുതിയൊരു ഇത് കൂടി ലൈസൻസ് കൂടി എടുത്തിങ്ങനെ. മീൻസ് ബൽക്കീസ് അറബ് ലിമിറ്റഡ്. ഈ ക്ലീനിങ് സ്റ്റഫ് മീൻസ് പ്രൊഡക്ട്സിൻ്റെ ഒരു പ്രൊജക്റ്റ് പുതിയത് തുടങ്ങുന്നുണ്ട്. പിന്നെ നിയോമിലൊരു ചെറിയൊരു സേഫ്റ്റിൻ്റെ ലൈസൻസ് ഇപ്പോൾ അടുത്തെടുക്കും ഞാൻ. അത് പിന്നെ ഗോൾഡ് തന്നെയാണ് നമ്മൾ മെയിൻ ടാർഗറ്റ്. ഇതൊക്കെ നമ്മൾ സബിലെടുക്കുകയാണ്, സബിൽ എടുത്ത് വരികയാണ്. പിന്നെ ഗോൾഡ്ക്ക് മെയിൻ ടാർഗറ്റ് അടുത്തത് ഞങ്ങൾ ബലത. കാരണം ബലതിൽ ഞങ്ങൾ ഒന്നെങ്കിൽ ബുള്ളിയനായിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ഞങ്ങൾ ഓർണമെന്റ്. അപൂർവമായി മലയാളികളുള്ള ഈ മേഖലയിലെ നേട്ടത്തിന് മീഡിയ വൺ ബിസിനസ് എക്സലൻസ് പുരസ്കാരം സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടറിൽ നിന്നും അരാജിത വേദിയിൽ വെച്ച് മുബാറക് ഏറ്റുവാങ്ങിയിരുന്നു. സൗദിയിലാണ് മുബാറക് പഠിച്ചു വളർന്നതെല്ലാം. തിരക്കൊഴിയാത്ത മുഴുസമയ ശ്രദ്ധ വേണ്ട ജോലിയാണിത്. പിതാവിന്റെ വഴി കണ്ടപ്പോൾ വേണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ സൃഷ്ടിക്കാവുന്ന നേട്ടങ്ങളുടെ പട്ടിക മറ്റെന്തിനേക്കാളും വലുതായതിനാൽ ഈ രംഗത്ത് തുടരുകയാണ് മുബാറക്. തിരഞ്ഞെടുത്ത സുവർണ വഴിയിലൂടെ മുബാറക് ജിദ്ദയിലുണ്ട്. നിയോമിൽ വരെ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടാകും. മലയാളിക്കും സൗദിക്കും ഒരുപോലെ പൊന്നിന്റെ ലോകത്തെ നേട്ടങ്ങളിൽ കൂട്ടുനിൽക്കാൻ അദ്ദേഹം കാത്തുനിൽപ്പുണ്ട്.